മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 27th ക്വസ്റ്റ്യൻ. ഈ 27ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യനുമാണ്. എന്നാൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് ചിലപ്പം ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് അറിയാൻ സാധ്യത ഉണ്ടാവില്ല. സോ ഐ എം ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഫോമുല. ഒരു പുതിയൊരു ഫോമുല നിങ്ങൾ ഒരുപക്ഷെ കെമിക്കൽ കൈനറ്റിക്സിൽ ഇതുവരെ കാണാത്തൊരു ഫോമുല ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ദി ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ഐസോട്ടോപ്പിക് ബ്രോമിൻ 82 ഇസ് 36 hours. ദ ഫ്രാക്ഷൻ വിച്ച് റിമെയിൻസ് ആഫ്റ്റർ 1 day is. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഇവൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 36 മണിക്കൂറാണ്. അപ്പോൾ 36 മണിക്കൂറായി കഴിഞ്ഞാൽ 50% റിയാക്ട് ചെയ്ത് പോയിണ്ടാവും. 24 മണിക്കൂറിന് ശേഷം എത്രയാണ് ബാക്കിയുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഞാനൊരു ഫോമുല പറഞ്ഞായിരുന്നു. അതായത് നമ്മളോട് ടൈം വെച്ചിട്ടുള്ളൊരു ഫോമുലയാണിത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 24 മണിക്കൂറിൽ എത്ര എന്നുള്ള ടൈം. ടി ഹാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ടി ഹാഫ് തന്നിട്ടുണ്ട്, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓർ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ടൈമും ടി ഹാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് ഇക്വേഷൻ? ടി ഈക്വൽ ടു 3.32 ടി ഹാഫ് ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ A. ഓക്കെ, അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ A ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ബാക്കിയുണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ടി എത്രയാണ്? ടി ഇസ് 24. ടി ഹാഫ് എത്രയാണ്? 36. അപ്പോൾ 3.32 ഇൻറ്റു 36. ഇവിടെ ലോഗ് A0 എന്നുള്ളത് ഞാൻ 100 എന്ന് കൊടുക്കുകയാണ്, 100% എന്ന് കൊടുക്കുകയാണ്, 100%. ഇവിടെ A എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, വേണമെങ്കിൽ എനിക്ക് 100 - x എന്ന് കൊടുക്കാം ഇവിടെ എൻ്റെ സ്ഥാനത്ത്. പക്ഷേ നമുക്ക് 100 - x എന്താണെന്നാണ് കിട്ടേണ്ടത്, എത്ര ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നോക്കി, ഞാൻ ഇവിടെ എന്തുകൊണ്ട് 100 എടുത്ത്? ഇനീഷ്യലി അത് 100% ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ എന്താ വരിക? 24 ഡിവൈഡ് ബൈ 3.32 ഇൻറ്റു 36 ഇസ് ഈക്വൽ ടു ലോഗ് 100/A. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമുല തന്നെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. K ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് ഇനീഷ്യൽ കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജിലാണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 100 - x. ഇങ്ങനെ ഒരു ഫോമുല തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. പെർസെൻറ്റേജിലാണ് കാണുന്നതെങ്കിൽ 100/100 - x. അപ്പോൾ 100 - x എന്ന് പറയുന്നതാണ് A. എനിക്ക് എക്സ് അല്ല വേണ്ടത്, A ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.2006 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് 100/A. അപ്പോൾ നോക്കി, ഈ ലോഗിന് ഇങ്ങോട്ടേക്ക് എടുത്ത് ആൻറ്റി ലോഗ് ഓഫ് 0.2006 അതിവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ നമ്മുടെ കാര്യം എളുപ്പമായി. 100/A ഈക്വൽ ടു 1.587. സോ വാട്ട് ഇസ് A? A ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 1.587 വിച്ച് ഇസ് ഈക്വൽ ടു 63. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 63 എന്നാണ്. സോ ദ ഫ്രാക്ഷൻ വിച്ച് റിമെയിൻസ് ആഫ്റ്റർ 1 day. ഇപ്പോൾ ഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി വന്നത് 63 ആണ്, ഇനീഷ്യലി ഉണ്ടായിരുന്നത് 100 ആണ്. അപ്പോൾ 63/100 എന്ന് പറയുമ്പോൾ 63 ഇൻറ്റു 10⁻². സോ ദി ആൻസർ ഇവിടെ എന്താണ്? 63. ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് കാണാം.